എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫാമിൽ പുതിയ കാടക്കുഞ്ഞുങ്ങളെ ഇറക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ സ്ഥല സൗകര്യത്തിന്റെ കുറവ് കാരണം പഴയ കാടക്കുഞ്ഞുങ്ങളെ നമ്മളിങ്ങനെ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഓപ്പൺ ആയിട്ടാണ് കാടകളെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ തട്ടുള്ള രീതിയിലേക്ക് കാടയെ മാറ്റിയിരിക്കുകയാണ്. എല്ലാ ദിവസത്തെ പോലെ ഇന്ന് നമ്മൾ രാവിലെ തന്നെ കാടക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെള്ളവും കൊടുത്തിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ തന്നെ കൂട്ടിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന കൂട് 160 സെന്റിമീറ്റർ നീളവും 70 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു കൂടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഓരോ കൂട്ടിലും നമ്മൾ 80 കുഞ്ഞുങ്ങളെ വീതമാണ് ആക്കിയിരിക്കുന്നത്. 4 തട്ടിന്റെ കൂടാണുള്ളത്. 4 തട്ടിന്റെ കൂടായതുകൊണ്ട് തന്നെ ഒരു കൂട്ടിൽ 80 കാട വീതം നമുക്ക് 320 കാടകളാണ് ഇപ്പോൾ കൂട്ടിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാടക്കൂടിന്റെ താഴെ ഭാഗത്ത് നെറ്റാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ പലകയാകുമ്പോൾ മുകളിൽ നിന്ന് വരുന്ന ചൂടിന്റെ അളവ് നമുക്ക് പരമാവധി കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. താഴെ നെറ്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ വേസ്റ്റ് അല്ലെങ്കിൽ അവരുടെ കാഷ്ടം നേരെ താഴത്തേക്ക് വരും. നമ്മൾ അതിന്റെ താഴെ ഭാഗത്ത് കാടത്ത് കൊണ്ടുവന്ന തീറ്റയുടെ ചാക്ക് തന്നെ വെട്ടി അല്ലെങ്കിൽ പാകത്തിന് കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ്. സൈഡിൽ ഇതുപോലെ വെള്ളത്തിന്റെ പാത്രം സെറ്റ് ചെയ്ത് കൊടുക്കണം. തീറ്റിന്റെ അടുത്ത് തന്നെ അല്ലെങ്കിൽ സൈഡിലായിട്ട് വെള്ളത്തിന്റെ പാത്രം ഇതുപോലെ PVC പൈപ്പ് കട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. രണ്ട് ഭാഗത്ത് ഇതിന് അടപ്പിട്ടിട്ടാണ് നമ്മൾ വെള്ളം നിറയ്ക്കേണ്ടത്. അപ്പം കൂട്ടിൽ ഫുൾ ടൈം വെള്ളം ഉണ്ടായിരിക്കണം. ഒരു സൈഡിൽ സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ അങ്ങേ സൈഡിലും വെള്ളത്തിന്റെ അളവ് ഉണ്ടായിരിക്കണം. ഒരു സൈഡിൽ മാത്രമാണെങ്കിൽ 80 കാടക്കുഞ്ഞുങ്ങളൊക്കെ വെള്ളം കുടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം തീർന്നു പോകും. അതുകൊണ്ട് രണ്ട് ഭാഗത്തും നമ്മൾ ഒരേപോലെ വെള്ളം സെറ്റ് ചെയ്തിരിക്കണം. നമ്മൾ ഇവർക്ക് തീറ്റ കൊടുക്കുമ്പോൾ തീറ്റ ഇവർ പുറത്തേക്ക് തട്ടി കളയാനുള്ള സാധ്യത കൂടുതലാണ്. ഇല്ല, അങ്ങനെയുള്ള പ്രവണത നമ്മൾ പലപ്പോഴും കാണും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് തീറ്റയുടെ മുകളിൽ ഇതുപോലെ പച്ച നെറ്റ് കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് വെച്ചിരിക്കുന്നത്. ചൂട് കുറയ്ക്കാൻ വേണ്ടി മുകളിൽ ഓലയും വിരിച്ചിട്ടുണ്ട്. നേരെ മുകളിലായിട്ട് ഷീറ്റിന്റെ താഴെയായിട്ട് ഓല ഇതുപോലെ കൊണ്ടുവന്നിട്ട് മുറിച്ചിങ്ങനെ ഇതുപോലെ അട്ടി വെച്ചിരിക്കുകയാണ്. അതാകുമ്പോൾ മുകളിൽ നിന്ന് വരുന്ന ചൂട് നമുക്ക് പരമാവധി കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. കട പൊതുവെ ചൂടുള്ള ഒരു കിളിയാണ്. അതുകൊണ്ട് ചൂട് കൂടി കഴിഞ്ഞാൽ അത് അവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നല്ല രീതിയിൽ നമ്മൾ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. നല്ല തീറ്റും വെള്ളമൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. നമ്മൾ കാടകൃഷി ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സൈഡിൽ രണ്ട് സൈഡിലും ഇതുപോലെ വെള്ളത്തിന്റെ പാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ കൂട്ടിലും രണ്ട് ഭാഗത്തും ഇതുപോലെ വെള്ളത്തിന്റെ പാത്രം സെറ്റ് ചെയ്യണം. നമ്മൾ വെള്ളം ഉണ്ടോ എന്നുള്ള കിടക്കിടക്ക് പോയി ചെക്ക് ചെയ്യണം. കാരണം കൂട്ടിൽ എപ്പോഴും വെള്ളം ഉണ്ടായിരിക്കണം, അതുപോലെ തീറ്റ ഉണ്ടായിരിക്കണം. അവരെപ്പോഴും തീറ്റ എടുക്കുന്ന പക്ഷിയാണ്. അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ അവർ തീറ്റ എടുക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു LED ബൾബൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ തീറ്റ താഴെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ നെറ്റ് വെച്ചിരിക്കുന്നത്. ഇതിന് മുകളിൽ ഞാൻ ഓടിന്റെ കഷ്ണം വെച്ചിട്ടുണ്ട്. കാരണം നെറ്റിന്റെ സൈഡൊക്കെ ഓരോ ഭാഗത്ത് ഇങ്ങനെ ചില സമയത്ത് പൊന്തിയൊക്കെ നിൽക്കും. അപ്പൊ അതിങ്ങനെ പൊന്തി നിൽക്കുമ്പോൾ അവർക്ക് തീറ്റ കഴിക്കാൻ ശരിക്കും കഴിയില്ല. അതുകൊണ്ട് ആ നെറ്റ് താഴ്ന്നിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഓടിന്റെ പീസുകളോ അല്ലെങ്കിൽ കനമുള്ള എന്തെങ്കിലുമൊക്കെ ഇതിന്റെ മുകളിലൂടെ വെച്ചിരിക്കുന്നത്. കടയെ നല്ല രീതിയിൽ നോക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വരുമാനം നമുക്ക് കിട്ടുള്ളൂ. നല്ല രീതിയിൽ തീറ്റയും വെള്ളമൊക്കെ ഉണ്ടോ എന്നൊക്കെ എപ്പോഴും ഉറപ്പുവരുത്തണം. നമ്മൾ മുമ്പ് വളർത്തിയിരുന്നത് ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള കൂട്ടിലായിരുന്നു. ഇന്ന് ഏകദേശം 160-150 കാടകളെ നമുക്ക് മാറ്റാണ്ട്. ബാക്കിയുള്ള കാടകൾക്ക് ആദ്യം സെറ്റ് ചെയ്തിരുന്ന പോലെ തന്നെ വെള്ളത്തിന്റെ പാത്രവും അതുപോലെ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാടകൾ ഇതുപോലെ തട്ടിട്ടുള്ള കൂടുകൾ ഉണ്ടാക്കി മാറ്റാനായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്കൊരു പുതിയ ബാച്ചിന് ഇതുപോലെ ഇറക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മുട്ടയും കിട്ടുന്നുണ്ട്, വരുമാനം കിട്ടുന്നുണ്ട്. നമ്മൾ ആദ്യം 500 കാടയാണ് ഇറക്കിയത്. ഇനി ഞാനൊരു ഇതുപോലെ 500 കാടയെ കൂടി ഇറക്കാൻ വേണ്ടി വിചാരിച്ചിരിക്കുകയാണ്. കാടകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളും ഇതെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം.